أفضل خلق الله وآل كل والصحابة أجمعين أما بعد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على النور وآله صلاة تجعل كلامي ملهما نافعا. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാം ഖലീഫയായി സ്വഹാബ മുഖേന അവരോധിതനായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേരത്തെയുള്ള നിർദ്ദേശപ്രകാരവും അവിടുത്തെ വരച്ചുകാട്ടലുകളുടെ അക്ഷരാർത്ഥത്തിലുള്ള പുലരലുകളുമായിരുന്നുവെന്നും അക്കാലത്ത് ജീവിച്ചിരുന്ന കിബാറു സ്വഹാബ അപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാം ഖലീഫയായതുമായി ബന്ധപ്പെട്ട് ഉള്ള പിന്നീട് വന്ന ചില അസ്വാരസ്യങ്ങളും അതിന് ദുർവ്യാഖ്യാനിച്ചതുമൊക്കെയാണല്ലോ ലോകതലത്തിൽ ഷിയ സുന്നി എന്ന് രണ്ടു തരം ആളുകളെ ഇൻ്റർനാഷണൽ മുസ്ലിങ്ങളായിട്ട് എണ്ണുന്നത് നമുക്ക് കാണാം. സുമ്മ ഇന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു ലമ്മ അഇസ മിൻ ഹയാത്തിഹി, മഹാനവർകൾക്ക് മരണം ആസന്നമാകാനായപ്പോൾ കാന സബബു മൗത്തി അബൂബക്കർ റളിയല്ലാഹു അൻഹു മൗത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആസാര ജിസ്മുഹു യജ്രി ഹത്താ മാത. മാഷാ അല്ലാഹ്, ഹബീബായ തങ്ങളുടെ വിയോഗത്താലുണ്ടായ വിഷാദരോഗം, നിബിതങ്ങൾ വഫാത്തായി എന്നു കേട്ടപ്പോൾ ഉണ്ടായിരുന്ന ആ ഹുബിൻ്റെ തീർത്താൽ തീരാത്ത അവാജ്യമായ അനുഭൂതി അനുഭവിച്ച മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കവികൾ പാടിപ്പറയുന്ന പ്രണയിനികൾ എഴുതിച്ചേർക്കാൻ കഴിയില്ല എന്നു പറഞ്ഞ് കേവലമായ വ്യാഖ്യാനങ്ങളിൽ ഒതുക്കുന്ന പ്രണയമല്ലാത്ത ദിവ്യമായ ആത്മീയമായ അനുഭവിച്ചറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വറ്റാത്ത സ്നേഹം, ഏറ്റവും വലിയ ഈമാൻ്റെ ഉടമയാകാൻ ഭാഗ്യം സിദ്ധിച്ച സ്നേഹം, ഔലിയാക്കളുടെ നേതാവാകാൻ ഭാഗ്യം സിദ്ധിച്ച സ്നേഹം, ഖുർആൻ പേരെടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും സന്ദർഭ സാഹചര്യങ്ങൾ കൊണ്ട് മൂന്നാമൻ എന്ന് വിശേഷിപ്പിച്ച മൂന്നിലൊന്ന് അള്ളയും റസൂലും അള്ളയും റസൂലും ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹും മൂന്നാൾ മാത്രമായി ഒതുങ്ങുന്ന ഗുഹയിലെ സംഭവങ്ങളും എല്ലാം പറഞ്ഞപ്പോൾ വലിയ സംഭവം സ്വാഹിബ് എന്ന പദപ്രയോഗം ഹബീബ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, ഇത് ഖാല ലി സ്വാഹിബിഹി ലാ തഹ്സൻ, സ്വാഹിബിനോട് ഹസിന് പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിച്ചു. ആ വാക്കിനൊക്കെ ആ ഒരു സന്ദർഭത്തിൽ നിന്ന് നമ്മൾ മാറിയൊന്ന് ചിന്തിച്ചാൽ ഹസിന് പാടില്ല, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് ഹസിന് ഉണ്ടാവുകയില്ല. അപ്പോൾ ആ ഹുസൈന് നീ വെക്കണ്ട അബൂബക്കറേ എന്ന് നബിതങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം ഹുസൈനില്ലാത്ത അള്ളാഹുവിൻ്റെ സാമീപ്യത്തിലേക്ക് സമാധാനത്തോടെ സഞ്ചരിക്കുന്ന പ്രതിസന്ധികൾ ശത്രുവിൻ്റെ ഊരിപ്പിടിച്ച വാളിന് മുന്നിലും അള്ളാഹുവിൻ്റെ പാശത്തിലേക്കുള്ള സഞ്ചാരപാതയിലാണ് അബൂബക്കറെ നാം എന്നുള്ള റസൂല് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഒരു ലോകത്തിലേക്ക് വരാൻ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എത്തിച്ചത് അവിടുത്തെ അടങ്ങാത്ത ഹുബ്ബായിരുന്നു. ആ ഹുബ്ബ് ഹബീബായ തങ്ങൾ വേർപെട്ടു എന്ന് പറഞ്ഞ സമയത്ത് വിഷാദരോഗമായി മാറുകയും തൻ്റെ ശരീരത്തിൻ്റെ ശേഷി നഷ്ടപ്പെട്ട് 2 കൊല്ലമാകുമ്പോഴേക്കും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും അള്ളാഹുവിലേക്ക് അണയുകയാണ്. അവിടുത്തെ യാത്ര പൂർണ്ണമാക്കിക്കൊണ്ട് അവിടുന്ന് പോവുകയാണ്. ആ പോകുമ്പോൾ ബാക്കി വെച്ചത് നമുക്ക് വായിക്കാനുള്ളത് അടങ്ങാത്ത ഹുബ്ബ് അത് യാഥാർത്ഥ്യമാകുമ്പോൾ അള്ളാഹുവിലേക്ക് അടുത്ത ആളുകൾക്ക് അവരുടെ ശരീരമോ അവരുടെ ഭൗതികമായ സമ്പത്തുകളോ അവരുടെ അധികാരങ്ങളും ഒന്നുമല്ല, അത് റബ്ബർ വലിച്ചു വിട്ടതുപോലെ വന്നിടത്തേക്ക് അണയാനുള്ള അഭിവാഞ്ചയായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല
സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരുടെ മഹത്വം കൊണ്ട് നമ്മുടെ ഈമാൻ അല്ലാഹു തആല ശക്തിപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെ ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയും വഅംല അലൈഹി കിതാബ അഹ്ലിഹി ലി ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിനുള്ള ആ കരാറ് പത്രം അത് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയും അദ്ദേഹത്തിന് മേൽ വെളിവാക്കുകയും ഫലമ്മാ കുത്തിബ എഴുതപ്പെട്ടപ്പോൾ ഖതമ സ്വഹീഫത വ അഖ്റജഹാ ഇലന്നാർ, ആ സ്വഹീഫത്തിനെ അത് സീലി വെക്കുകയും ജനങ്ങളിലേക്ക് എടുത്തു കാണിക്കുകയും ചെയ്തു. വമറഹും അൻ യുബായിഉ ലിമൻ ഫി സ്വഹീഫ, സ്വഹീഫത്തിലുള്ളത് ആരാണോ അവർക്ക് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഫബായഉ ഹത്താ മറത് ബി അലി റളിയല്ലാഹു അൻഹു ഫഖാല ബായഇനാ ലിമൻ കാന ഫീഹാ വഇൻ കാന ഉമറ. അത് ഫഖാല ബായഇനാ ലിമൻ കാന ഫീഹാ, അതിലുള്ള ആളോട് ഞങ്ങൾ ബൈഅത്ത് ചെയ്തു. വഇൻ കാന ഉമറ, അത് ഉമറാണെങ്കിലും എന്നുള്ള ആ ഗായത്ത് മുബാലഗ അവിടെ വെക്കുമ്പോൾ അങ്ങനെ വരില്ല. കാരണം താഴെ ഉള്ള ശേഷം ഒരു സംഭവം പറയുന്നുണ്ട്. അന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു ലമ്മാ സഖുല റസൂഹു ലന്നാസി, രോഗം ഭാരമായപ്പോൾ അദ്ദേഹം ജനങ്ങളിലേക്ക് മിൻ കൂവത്തിൻ, തൻ്റെ വീടിൻ്റെ ഒരു വെടിപ്പോതിലൂടെ മുഖം പുറത്തേക്കിട്ട് പറഞ്ഞു, യാ യുഹന്നാസ് ഇന്നി ഖദ് അഹിദ്തു വാഹിദ, ഞാനൊരു കരാർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അഫതർളൗന ബിഹി, നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഫഖാമ അന്നാസു ഫഖാലു ഖദ് റളീന ഫഖാമ അലി റളിയല്ലാഹു ലാ നർള ഇല്ലാ യകൂന ഉമർ ബിൽ ഖത്താബ്, ഉമർ ബിൽ ഖത്താബ് ആയാലല്ലാതെ ഞങ്ങൾ അത് ഇഷ്ടപ്പെടില്ല. ഫഖാന ഉമറ, അപ്പോൾ പിന്നെ ബയ്യത്ത് ചെയ്യപ്പെടേണ്ട ആൾ ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സാഹിതീയതയുടെ മുബാലഗത്ത് പറഞ്ഞതാണ് ഉമറാണെങ്കിൽ എന്നത്. ഉമറാണെങ്കിലും എന്ന് ആ മുബാലഗ അവിടെ സൂട്ടാവാനുള്ള സാധ്യത ഇല്ല. വബിൽ ജുംല വഖൽ ഇത്തിഫാഖ് വലാ ഖിലാഫത്തിഹി, ഖിലാഫത്തിൻ്റെ മേൽ ഇത്തിഫാഖുണ്ട്. സുമസ്തുഷിദ ഉമർ റളിയല്ലാഹു അൻഹു, പിന്നീട് ഷഹാദത്ത് ബിൽഹി വതറക്കൽ ഖിലാഫത്ത ഷൂറാ ബൈന സിത്തത്തിൻ, ഖിലാഫത്ത് 6 ആളുകൾക്കിടയിലുള്ള മുഷാവറയിലേക്ക് വിട്ടു. ഉസ്മാൻ വ അലിയും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് വതുൽഹത്ത് വസുബൈർ വസഅദ് ബിൻ അബി വഖാസ്. സുമ്മ ഫളല അൽ-അംറ 5 ഇലാ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിലേക്ക് 5 പേരും ഏൽപ്പിച്ചു. വറളൂ ബി ഹുക്മിഹി, കൊണ്ട് തൃപ്തിപ്പെട്ടു. ഫഖ്താറ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ തിരഞ്ഞെടുത്തു. വബായഅഹു ബി മഹ്ളരിൻ മിന സ്വഹാബ, സ്വഹാബത്തിൻ്റെ സവിധത്തിൽ വെച്ച് ബൈഅത്ത് ചെയ്തു. ഫബായഊഹു വൻഖാദൂ ലി അംരിഹി, വബായഊഹു അവരോട് ബൈഅത്ത് ചെയ്തു. വൻഖാദൂ ലി അംരിഹി, അവരുടെ കൽപ്പനകൾക്ക് അവർ കീഴ്പ്പെട്ടു കൊടുത്തു. വസല്ലൗ മഅഹുൽ ജുമുഅ വൽ ഇയാദ ഫകാന ഇജ്മാഅ, ജുമുഅകളും പെരുന്നാളുകളുമെല്ലാം നിസ്കരിക്കുകയും അവർ ഏകോപിച്ചുകൊണ്ടു തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെയിരുന്നു. സുമുസ്തുഷിദ, പിന്നീട് അവരും ഷഹീദായി. വതറക്കൽ അംറ മുഹ്മല, കാര്യങ്ങളൊക്കെ ഇനാക്റ്റീവായി പാസീവായി അമലില്ലാതെ നിന്നു. ഫജിത്തമഅ ഖിബാറുൽ മുഹാജിരീന വൽ അൻസ്വാരി അലാ അലിയിൻ റളിയല്ലാഹു അൻഹു, അൻസ്വാറുകളുടെയും ബഹുമാനപ്പെട്ട മുഹാജിരുകളുടെയും ഒക്കെ കിബാറു സ്വഹാബ, വലിയ കാരണവന്മാരായ സ്വഹാബത്തെ ഒരുമിച്ചുകൂടി അലി റളിയല്ലാഹു അൻഹുവിനെ ഭരണശിലാകേന്ദ്രത്തിൻ്റെ തലവനാക്കാൻ തീരുമാനിച്ചു. വൽതമസു മിൻഹു ഖബൂലൽ ഖിലാഫ, ഖിലാഫത്ത് സ്വീകരിക്കലിന് അവർ ആവശ്യപ്പെട്ടു. വബായഊഹു, അവർ ബൈഅത്ത് ചെയ്തു. ലിമാ കാന അഫ്ളല അഹ്ലി അസ്രിഹി വ ഔലാഹും ബിൽ ഖിലാഫ, അവരുടെ അസ്വറിൻ്റെ ആ കാലഘട്ടത്തെ ഏറ്റവും അഫ്ളലായ ആളുമാണ്, ഖിലാഫത്ത് കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ട ആളുമാണ്. വമാ വക്കമിൽ മുഖാലഫാത്തി വൽ മുഹാറബാത്തി, അഭിപ്രായ വ്യത്യാസങ്ങളും പരസ്പര പോരുകളും സമരങ്ങളും ലം യകുൻ അലാ നിസാഇൻ ഫി ഖിലാഫത്തിഹി, ഖിലാഫത്തിൻ്റെ വിഷയത്തിലായിരുന്നില്ല. ബൽ അലാ ഖതഇൻ ഫിൽ ഇജ്തിഹാദ്, അത് ഇജ്തിഹാദിൽ സംഭവിച്ച ഒരു പിഴവിൻ്റെ മേലിലായിരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കാരണം ചില ആളുകളുടെ നിർദ്ദേശപ്രകാരം വേറെ ചില ആളുകൾ ഖിലാഫത്ത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ സംഭവങ്ങളും ഒക്കെ ഉണ്ടല്ലോ.
അത് ചരിത്രവും വർത്തമാനവും വിശ്വാസപരമായ കാര്യങ്ങളും എല്ലാം കൂടെ കൂട്ടിയോജിപ്പിക്കുമ്പോഴാണ് സ്വഹാബത്തിൻ്റെ തീരുമാനങ്ങളെല്ലാം ശരിയായിരുന്നു എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം സംഭവിച്ചത് ഈ നാല് സ്വഹാബത്തും അവർ അവരുടെ കൃത്യമായ രീതിയിൽ ആ ഒരു തർത്തീബ് പ്രകാരം വന്നപ്പോൾ അതായിരുന്നു അള്ളാഹുവിൻ്റെ തീരുമാനമെന്നും അവരുടെ തീരുമാനം ശരിയായിരുന്നുവെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്രകാരമാണത് പഠിപ്പിച്ചു പോയതെന്നുമുള്ള വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി പോകുന്ന സമയത്ത് ഖുർആൻ്റെ ഒരു പ്രിൻ്റഡ് കോപ്പിയും താൻ പറഞ്ഞ 10 ലക്ഷത്തിലേറെ വചനങ്ങളും പ്രിൻ്റെടുത്ത് കോപ്പി കൊടുത്ത് ഇത് നിങ്ങളിനി ഷെയർ ചെയ്തോളൂ, വേണ്ടവർ പ്രിൻ്റ് എടുത്തോളൂ, സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യൂ എന്ന് പറഞ്ഞല്ല പോയത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാന സമയമാകുമ്പോൾ പള്ളിയിലേക്ക് ജമാഅത്തിന് വരാൻ കഴിയാത്ത വിധത്തിൽ ജമാഅത്തിൽ പള്ളിയിൽ ആളുകൾ കാത്തു നിൽക്കുമ്പോൾ സയ്യിദുനാ ഉമർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വേറെ ആളുകൾ നബി തങ്ങളെ കാണാൻ വന്നു. മഹദി തൻ്റെ മകളോട് നബി തങ്ങൾ പറഞ്ഞില്ലേ, മുർ അബാബക്കറിനോട് നിസ്കരിക്കാൻ പറയും എന്ന് പറഞ്ഞ സമയത്ത് മഹദി അവർകൾ പറഞ്ഞില്ലേ, നബിയെ അങ്ങ് ഇവിടെ ഉണ്ടായിരിക്കെ എൻ്റെ ഉപ്പാക്കതിന് കഴിയില്ല, അദ്ദേഹം ലോല ഹൃദയനാണ്, നിസ്കരിക്കാൻ വേണ്ടി തക്ബീർ കെട്ടിക്കഴിഞ്ഞാൽ അടുപ്പത്തിറച്ചി തിളക്കുന്നത് പോലെ ബുറുമത്ത് തിളക്കുന്നത് പോലെയുള്ള നിരങ്ങുന്ന ശബ്ദത്തിൻ്റെ ഉടമയായ ലോല ഹൃദയനാണ് അദ്ദേഹം, അങ്ങ് ഇവിടെ ഉണ്ടായിരിക്കും ഇമാമത്ത് നിൽക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ നബി തങ്ങൾ കൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നിസ്കാരത്തിലാക്കി. ശേഷം നബി തങ്ങൾ ആ നിസ്കാരം കാണാൻ പോയി. മഹാന്മാരായ ഉസ്താദുമാർ നമ്മെ പഠിപ്പിക്കുന്നു, നബി തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമത്തിന് പറഞ്ഞയച്ചിട്ടും വീണ്ടും നബി തങ്ങൾ എന്തിനാണ് അവിടെ പോയത്? അത് നബി തങ്ങൾ ഒരു കാഴ്ച കാണാൻ പോയതാണ്. താൻ കൊണ്ടുവന്ന ദൗത്യം അത് പൂർത്തീകരിച്ച് തനിക്ക് പിൻതലമുറക്കാരായ ആളുകളെ ഏൽപ്പിച്ച് താനില്ലാത്ത സമയത്തും തൻ്റെ നേതൃത്വത്തിലേക്ക് സർവസമ്മതത്തോടെ കടന്നു വരാൻ കെൽപ്പുള്ള വലിയ വൃന്ദത്തെ സൃഷ്ടിച്ചുകൊണ്ട് ദൗത്യപൂർത്തീകരണം നടത്തിയിട്ടാണ് ഞാൻ പോകുന്നതെന്ന് ഹബീബായ തങ്ങൾ കണ്ട് ആശ്വസിച്ച് സമാധാനിക്കാൻ വേണ്ടിയാണ് ആ കാഴ്ച കാണാൻ വന്നതെന്ന് മഹാന്മാരായ ഉസ്താദുമാർ നമ്മെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അപ്പം നബി തങ്ങൾ ആ രംഗം കാണുകയായിരുന്നു. ചരിത്രകാരന്മാരെല്ലാം പറഞ്ഞതുപോലെ കാസ്പിയൻ കടൽ തീരത്ത് കക്ക പെറുക്കി വിറ്റ് സംസ്കാരം തീണ്ടാതെ നടന്ന സ്വഹാബത്തിനെ ഹബീബായ തങ്ങൾ നക്ഷത്ര സമാനരാണ്, നക്ഷത്ര തുല്യരാണ്, അവരെ പിടിച്ചാൽ നിങ്ങൾക്ക് വഴികേട് വരില്ല എന്ന് പറഞ്ഞ രീതിയിലേക്ക് വലിയ സന്മാർഗദർശികളായിക്കൊണ്ട് അവരെ മാറ്റിയ ദൗത്യത്തിൻ്റെ പൂർത്തീകരണം തൻ്റെ ഹയാത്തുകാലത്തു തന്നെ കൺകുളിർക്ക് കണ്ടുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടങ്ങിപ്പോയത്. ആ ഒരു കാഴ്ച കാണാനാണ് നബി തങ്ങൾ വന്നത്. അപ്പോൾ അവിടെയെല്ലാം ഇൻഡയറക്റ്റായിട്ട് ഇംലിമാമായിട്ട് ഖിലാഫത്ത് ആരേൽപ്പിക്കണമെന്ന് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശേഷമുള്ള ഖലീഫയ്ക്ക് കാണിച്ചു കൊടുത്തു, ശേഷമുള്ള ഖലീഫയ്ക്കും. അപ്പോൾ സ്വഹാബത്തിന് ഒരിക്കലും പിഴവ് പറ്റിയിട്ടില്ല. അവർ മാന്യതയുടെയും നേരിൻ്റെയും നെറിയുടെയും വക്താക്കളായിരുന്നു. മുൻകാല നേതാവിനോട് പിൻകാല നേതാവ് വിനയത്തോടെയല്ലാതെ അവരെ പരാമർശിച്ചിട്ടില്ല. അവരുടെ വാക്കുകളിലൊന്നും അസൂയ കാണുന്നില്ല. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു വീരശൂര പരാക്രമിയായിരുന്നല്ലോ, സർവ്വതും തച്ചുടക്കാനുള്ള പവറുണ്ടായിരുന്നല്ലോ, എല്ലാം തച്ചുടക്കുന്നവനാണെന്നുള്ള അംഗീകാരം ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ സിദ്ദീഖ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ശൗര്യത്തെടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് പോലും ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എത്ര കണ്ടാണ് ആദരിച്ചത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബിയോടുകൂടെ ആ ഗുഹയിൽ ചിലവഴിച്ച ഗോർ സൗറിൽ ചിലവഴിച്ച ആ അരരാത്രി ഉമറിൻ്റെ ജീവിതം മുഴുക്കെ ഇബാദത്തിലായി ചിലവഴിച്ചാൽ പോലും സിദ്ദീഖിൻ്റെ അരരാത്രിക്ക് സമാനമാവില്ല എന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ കാലക്കാരനായ മുൻ നേതാവിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ അവരുടെ ഹൃദയമെല്ലാം സ്ഫടിക സമാനമാണ്, അതിൽ കളങ്കമൊന്നുമുണ്ടായിരുന്നില്ല. അത്രക്കും നക്ഷത്ര തുല്യരായ സ്വഹാബത്ത്
അവിടെ നേതൃപദവി ഒരിക്കലും ആഗ്രഹിച്ചു വരുമായിരുന്നില്ല. പല പല സംഭവങ്ങളുണ്ടായിരുന്ന സമയത്തും അവരെല്ലാം ആത്മഗതം ചെയ്തു പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊരിക്കലും അധികാരത്തെ ആഗ്രഹിച്ചിരുന്നില്ല, അധികാരം ഞങ്ങളുടെ കയ്യിൽ വരുന്നത് ഞങ്ങളുടെ തലമുറിക്കുന്നതിന് സമാനമായി കണ്ടവരാണ് അവരെല്ലാം എന്ന് അവരുടെ ജീവിതകാലത്തു തന്നെ തെളിയിച്ചിട്ടുണ്ട്. എന്നിട്ടും ഖിലാഫത്ത് അവരിലേക്ക് ഏൽപ്പിക്കപ്പെട്ടപ്പോൾ അത് മുത്തുനബി കാണിച്ചു തന്ന ദൗത്യത്തിൻ്റെ പൂർത്തീകരണമാണ്. ഞങ്ങൾ കൊണ്ട് നടക്കുന്ന ദീൻ ഞങ്ങൾ പൂർത്തിയാക്കുന്നത് തിരുനബിയുടെ ദീൻ പൂർത്തിയാക്കുന്നതിൻ്റെ പ്രകാരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് 30ഓളം വർഷത്തോളം ബഹുമാനപ്പെട്ട 4 ഖലീഫമാർ ഇവിടെ ഭരണം നടത്തിയത്. അപ്പോൾ അതിന് എതിരെ പറയുന്ന അവരധികാരമോഹികളുമാക്കിക്കൊണ്ടും അവർ തട്ടിയെടുത്തതാണെന്നും എല്ലാം പറഞ്ഞ് വിഭിന്നതയുണ്ടാക്കുന്ന ആളുകളുടെ ഈമാൻ്റെ ശോഷണക്കുറവ് നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാകുന്നതാണ്.